ഹലോ ചേട്ടാ, നിങ്ങൾ തട്ടുകടയൊക്കെ ഒഴിവാക്കി കള്ള് ഷാപ്പ് തുടങ്ങിയോ? ഒരു കണക്കിന് സുധീഷേ, എനിക്കുണ്ടല്ലോ ഈ തട്ടുകടേനെക്കാളും നല്ലതുണ്ടല്ലോ കള്ള് ഷാപ്പ്. അതെന്താ ചേട്ടാ അങ്ങനെ? തട്ടുകടയാകുമ്പോൾ നമ്മള് അധ്വാനിക്കുന്ന പൈസ മുഴുവൻ നമ്മള് കള്ള് ഷാപ്പ് പോകാം. ഇവിടെ ആകുമ്പോൾ നമ്മളെ പണി നടക്കും, കുടിയും നടക്കും. കുറുക്കനെ തന്നെയാണല്ലോ കോഴീനെ ഏൽപ്പിച്ചത്. നിനക്കൊരു കുപ്പി കള്ളെടുക്കട്ടെ? ഒന്നോണ്ട് എന്താക്കാനാ വിജയേട്ടാ? നീ ഒന്ന് കുടിക്കാൻ നോക്കടോ, നിന്നെക്കാളും കഴിയുണ്ടോ ഇവിടുത്തെ കുപ്പിക്ക്? വിജയേട്ടാ, നിങ്ങൾ ബോഡി ഷേമിങ് ചെയ്യരുത്, ഞാൻ കൊണ്ട് കേസ് കൊടുക്കും. എടാ, ബോഡി ഷേം ചെയ്യാനും വേണടാ കുറച്ചൊരു ബോഡി. നിങ്ങൾ അധികം വർത്താനം പറയാണ്ട് കളഞ്ഞെടുക്ക്. നീ എന്താ സുധീഷ കാണിക്കുന്നത്? ഇങ്ങനെയാണ് കള്ള് കുടിക്കുക. കള്ള് അങ്ങനെയല്ല കുടിക്കുക, എങ്ങനെ ഒഴിക്കുക. പഴഞ്ചൊല്ലിൽ പതിരില്ല പറയുന്നതേ സത്യ. നായ നടുക്കടലിൽ ചെന്നാൽ നക്കിയേ കുടിക്കൂ. വിജയേട്ടാ, നിങ്ങൾക്കുള്ള പണി വരുന്നുണ്ട്. നീ അങ്ങനെ പറഞ്ഞേ? ആരാ വരുന്നേ നോക്കിയേ? എന്റെ ഭഗവതി, അനീഫേന്റെ കട പൂട്ടിച്ച മാതിരി എന്റെ കട പൂട്ടിക്കോ? എന്താ വിജയേട്ടാ പന്തം കണ്ട പരിചയ പോലെ നോക്കുന്നേ? എന്റെ സാറേ, നിങ്ങൾ അനീഫ്ഖാന്റെ കട പൂട്ടിച്ച മാതിരി വിജയേട്ടന്റെ കടയും പൂട്ടിക്കാൻ വന്നതാണോ? എന്റെ സുധീഷേ, നീ വേണ്ടാത്ത ഓരോന്നും പറഞ്ഞിട്ട് ഇയാളിവിടെ പേടിപ്പിക്കല്ലേ. 2-3 ദിവസമായി ജോലിഭാരം കൂടിയിട്ട് നല്ല ക്ഷീണത്തിലാ. കുറച്ചേരം ഒന്ന് സന്തോഷിക്കാൻ വെച്ചിട്ടൊന്ന് കേറിയതാ. ഇപ്പോഴാ ഒരു സമാധാനമായി. എന്താ വിജയേട്ട ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ടല്ലോ? സാറേ, ഒരു കുഴപ്പമില്ലല്ലോ. ഞാനിവിടെ ഇത് ഒന്നും തന്നെ ചേർക്കുന്നില്ല. പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ എസൻസ് ഒക്കെ അവിടുന്ന് ഒഴിച്ചിട്ട് കുടിച്ചിട്ടുള്ള ആ ടേസ്റ്റ് ഉണ്ടായി. പക്ഷെ ഇവിടെ ഒന്നും ചേർക്കുന്നില്ല. വെള്ളം അല്ലാതെ വേറെ ഒന്നും വേണ്ട. അതന്നെ, വെറും കഞ്ഞിവെള്ളം. വെള്ളം ചേർക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ. ഞാന് ലഡാക്കിന്റെ ഡ്യൂട്ടി ആയിരുന്ന സമയത്ത് അവിടുന്ന് ഇങ്ങനെ 500 ലിറ്ററിന്റെ ആരായോ 500 ലിറ്റർ വെള്ളം ടാങ്കില് നടക്കട്. അതിന്റെ അടുത്ത് പിന്നെ ആവശ്യം നമ്മള് ടാപ്പ് തുറന്നിട്ട് ആവശ്യത്തിനെടുത്ത് കഴിക്കാം. അല്ല എന്റെ ജോസഫ് സാറേ, ഒരുപാട് വിഷയമായി ടെൻഷനായിട്ട് കുറച്ചു നേരം ഇവിടെ ഒന്ന് ഇരിക്കാൻ വെച്ചിട്ട് അവിടെ വന്നേ. അതിനിടയ്ക്ക് ഇങ്ങനെ തള്ളലും കൂടി ആവുമ്പോ ടെൻഷനാ. മക്കളെ, നിങ്ങൾക്ക് ഒരു രസമാക്കണോ? അത് ഞാൻ ഫ്രീ ആക്കി തരാം. നിങ്ങൾക്കറിയോ, പണ്ട് ഈ ഇൻഡോ പാക്ക് യുദ്ധം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇത് സത്യാവസ്ഥകൾ കേട്ട് ഞങ്ങൾ ഞെട്ടും. സത്യത്തിൽ എന്താ അറിയോ, ഞാനും നമ്മളെ പിന്നെ പൂനൂരുള്ള ഗംഗാധരനും പിന്നെ നടുവണ്ണൂരുള്ള പ്രഭാകരനും കൂടിയിട്ട് കയറുന്ന ഡ്യൂട്ടി പൂഞ്ചിൽ. അന്ന് രാത്രി 11 മണിയാകുന്ന സമയത്ത് അവിടെ നിന്നിട്ട് എന്നെ വിളിക്കുന്നു, സാറേ ഒരു ഹെലികോപ്റ്റർ വരുന്നത് പറഞ്ഞു. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ എന്താ സ്ഥിതി, അവിടെ നിന്ന് ഇങ്ങനെ ഹെലികോപ്റ്ററിൽ ഒരു ചൈനക്കാരൻ വന്നിട്ട് ഇങ്ങനെ കയറുമ്പിൽ വാക്ക് പറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തങ്ങോട്ട് ഇറങ്ങുക. ഞാൻ എന്താക്കി, അങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു SLR എടുത്തിട്ട് ഒറ്റ കീറ് കൊടുത്തു. അതിൻ്റെ ഓവൻ അവിടുന്ന് കാന്നും പറഞ്ഞ് താഴെ വീഴലും കവുങ്ങ് പൊട്ടി ഓൻ ചെന്നിട്ട് ഈ കവുങ്ങിന്റെ കൂർത്ത് വെക്കുന്ന ആരുമില്ല, അതിന്റെ മുകളിൽ ഓൻ്റെ ആസനം ചെന്നാണ് അതിന്റെ ഉള്ളിൽ വിട്ടുപോയി. അയ്യോ, എന്തൊരു തള്ളാണ് ജോസഫ് സാറേ. ഇതൊന്നും തള്ളലാക്കളെ. നിങ്ങളെന്താ വിചാരിച്ച്, നിങ്ങളെപ്പോലുള്ളവരൊക്കെ പുറേ കിടന്നിറങ്ങുന്ന സമയത്ത് ഞങ്ങളവിടെ ബോർഡറിലൊക്കെ കിടന്നിട്ട് ആൾക്കാർ അനുഭവിക്കുന്ന നരകയാതനകളായി പറഞ്ഞു. നിങ്ങൾക്കൊരു തള്ളായിട്ട് തോന്നും.
ചേട്ടാ ഒരു കള്ള്. ഇത് നമ്മളെ മന്ത്രവാദിയല്ലേ? മന്ത്രവാദി കള്ളു കുടിക്കുവോ? ഇത് ഞാനല്ല, മാധവനാ. ആ കുടിയൻ മാധവൻ, അവൻ മരിച്ചുപോയ മാധവനല്ലേ, അവന്റെ ആത്മാവിനെ ഒഴിപ്പിക്കാൻ വേണ്ടി അവന്റെ ഭാര്യയും മക്കളും ഇന്നലെ മന്ത്രവാദിയിലിട്ട് വന്നിരുന്നു. ആ ആത്മാവ് എന്റെ മേത്ത് കയറിയതാ. മാധവൻ ചേട്ടാ, മാധവൻ ഒരു കുപ്പി കള്ള്. അല്ല, ഇതാര്? മെമ്പറോ? മെമ്പർ എന്താ അവിടെ? അതെ, അടുത്ത ആഴ്ച നമ്മളെ ഗ്രാമസഭ ഉണ്ട്. അപ്പൊ അതൊന്ന് വിളിക്കാൻ വേണ്ടി വന്നതാ. ഷാപ്പിലോ? അല്ല മെമ്പറേ, നിങ്ങളൊരു പൊതുപ്രവർത്തകനല്ലേ? നിങ്ങൾ ഷാപ്പിലൊക്കെ വന്ന് ഇങ്ങനെ കള്ളു കുടിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് മോശമല്ലേ? ഞങ്ങൾക്ക് ഒരു മാതൃ കാണിച്ചു കൊടുക്കേണ്ട ആളല്ലേ നിങ്ങൾ? അപ്പൊ നിങ്ങളോ ഈ നാടിനെ സേവിച്ച ഒരു പട്ടാളക്കാരനല്ലേ? പട്ടാളക്കാർക്ക് അതൊക്കെ ആവാം, നിയമം വരെ അനുവദിക്കുന്നുണ്ട്, ഫോട്ടോ വരെ നമുക്കുള്ള. ഇപ്പൊ കടിച്ചെന്ന് ഓർത്ത് ഒരു കുഴപ്പമില്ല. നമ്മളും ഈ നാടിന് വേണ്ടിയാ കുടിക്കുന്നത്. നമ്മുടെ ഈ സംസ്ഥാനത്തെ സാമ്പത്തികമായി നിലനിർത്താൻ വേണ്ടിയാണ് നമ്മളെ പോലുള്ളവർ ശ്രമിക്കുന്നത്. അത് കൊള്ളാം. ഓ, അത് നമ്മളെ രമണി സേവനം പോലുള്ള ഒരു ജനസേവനം. അല്ല രമേശ, നീ കാരണം കുടി തുടങ്ങിയ അനീഫ വരെ കുടി നിർത്തിയപ്പോ നീ തുടങ്ങ. അതൊന്നും പറയണ്ട. അല്ല മെമ്പറെ, നിങ്ങൾ ആ രമണി ചേച്ചി തമ്മിലുള്ള ഡിങ്കോൾഫി എന്തായി? ഈ കോല മുഴുവൻ ഉണ്ടാക്കിയത് ഈ ചെങ്ങായി ഒരു ഒറ്റ ഒരുത്തം കാരണം. ഇങ്ങോട്ട് പാടാ നോക്കി ഞാനിപ്പോ. ഷാപ്പിലെന്താ കുട്ടിക്ക് കാര്യം? എന്താ, എനിക്കൊന്ന് ഷാപ്പിൽ കയറാൻ പറ്റൂലേ? വൈദ്യര എന്താ അവിടം വരെ വന്ന് തിരിച്ചു പോകുന്നേ? ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് വിജയന്റെ ഷാപ്പിലേക്ക് വന്നതാ, മാറിപ്പോയി. സോറി. അല്ല വൈദ്യരെ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഇതന്നെയല്ലേ എന്റെ ഷാപ്പ്, നിങ്ങൾ അങ്ങോട്ടാ പോകുന്നേ? അപ്പോൾ ഇവർക്ക് എന്താ ഇവിടെ കാര്യം? അതെന്താ വൈദ്യരെ, നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രമേ കള്ളു കുടിക്കാൻ പാടുള്ളൂ, പെണ്ണുങ്ങൾക്ക് എന്താ കുടിക്കാൻ പാടില്ലേ? കുട്ടി അവരൊക്കെ ലോക്കൽസ് അല്ലേ, കുട്ടി അതൊന്നും നോക്കണ്ട. പുറം ലോകമായിട്ടൊന്നും അവർക്ക് യാതൊരു ബന്ധമില്ല. ഇപ്പോഴത്തെ ജനറേഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോഴത്തെ കൾച്ചറൊന്നും അവർക്ക് അറിയില്ല. കുട്ടി വന്നോളൂ, ഇന്നോട് കഴിച്ചോളൂ കേട്ടോ, അത് നോക്കണ്ട. അതിന് അമ്മാവൻ ആരാണാവോ? ഞാനോ? അമ്മാവനോ? ഞാൻ റിട്ടയർഡ് കേണലാ. അതെ, സ്ഥലത്തെ പ്രധാന പുഷുകുത്തി. കുട്ടിയോ? അതെ, തള്ളു തള്ളു. സാർ ഇതൊന്നും കാര്യാക്കണ്ട. വിജയേട്ടാ, രണ്ടു കള്ളിങ്ങെടുക്കും. വെറുതെ നേരത്തെ ഒന്ന് കിട്ടി, ഇനി എന്റെ കയ്യിൽ നിന്ന് വേണോ? നമ്മളെ ഗ്രാമസഭ ഉത്സാഹം. ഗ്രാമസഭ അവിടെ നിക്കട്ടെ, ആദ്യം ഇതങ്ങ് നമുക്ക് ഉഷാറാക്കാം. ഉഷാറായിക്കളെ.
പൈസ എത്ര മോനെ? വേണ്ടെങ്കിൽ വേണ്ട. Bonk, 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 bonk.